വളരെയധികം സ്നേഹമുള്ള ദൈവമക്കളെ, ഒത്തിരി സ്നേഹത്തോടും ആദരവോടും നിങ്ങളെല്ലാവരെയും തിരുവചനാഴ്ച ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ദൈവത്തിൻ്റെ എത്രയും വിലയേറിയ ദാസൻ പ്രിയപ്പെട്ട ബൈജു ബ്രദറാണ്. ദൈവവേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ പ്രത്യേകമായൊരു വിളിയും തിരഞ്ഞെടുപ്പുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ദൈവവേലയും സമൃദ്ധിയായി ചെയ്തെടുക്കാനുള്ള ആ കോളിംഗ്, അതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ആത്മനിറവിൽ വചനം കേൾക്കുമ്പോൾ ആ കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ച ആ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. നന്മ മാത്രം ചെയ്യാനും ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി ബലിയാടായി തീർന്ന മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ലോകം മുഴുവനുള്ള സകല മനുഷ്യരുടെയും പാപശാപ ബന്ധനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ആ യേശുവിൻ്റെ കരുണ, ആ സ്നേഹം, ആ നന്മ ജീവിതം മുഴുവനും അനുഭവിക്കുവാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബവും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലാണ്. പിതാവ് നല്ല പ്രായമായിട്ടുണ്ട്, ഓർമ്മക്കുറവ്, അങ്ങനെ പല വിധത്തിലുള്ള വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളുണ്ട്. യേശുവിൻ തിരുരക്തം കൊണ്ട് ആ മാതാപിതാക്കളെ കഴുകി അങ്ങനെ തിരുമുറിവിലെ സൗഖ്യം, സമാധാനം, ആശ്വാസവും എല്ലാം വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന സകല മക്കളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ, മക്കളെ, കൊച്ചുമക്കളെ എല്ലാവരെയും ദൈവമേ അവിടുത്തെ നിമിഷം തൊട്ടനുഗ്രഹിക്കണമേ. അവരുടെ നല്ല ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരിക്കണമേ. എല്ലാറ്റിനും ഉപരി അങ്ങേ അനുഭവിച്ചറിഞ്ഞ് അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ തമ്പുരാനെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനകേന്ദ്രം ദാനമായി തന്ന കുടുംബത്തെ തലമുറയായി അനുഗ്രഹിക്കണമേ. ആ മകന് വ്യത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ധ്യാനകേന്ദ്രത്തെ വിവിധ തരത്തിൽ സഹായിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനകേന്ദ്രത്തെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മക്കളെ പ്രത്യേകമായി കരുണ തോന്നി അനുഗ്രഹിക്കണമേ. ഇവിടുന്ന് ധ്യാനം കൂടിപ്പോയിട്ടുള്ള എല്ലാ മക്കളും ഹല്ലേലൂയ, അവരെല്ലാം സ്വർഗത്തിൻ്റെ മക്കളായി അങ്ങയുടെ വേല ചെയ്യുന്ന മക്കളായി തീരാൻ ആഗ്രഹത്തോടെ വലിയ കൊതിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഓഗസ്റ്റ് മാസം 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച് 10-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അവസാനിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിലേക്ക് യേശുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഉച്ചവരെ പകൽ ധ്യാനമുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം യൂട്യൂബിൽ തിരുവചനാഗ്നി ധ്യാനം, ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശം, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റ്, ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചന ധ്യാനം, 3 മുതൽ 4 വരെ ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം നടത്തപ്പെടുകയാണ്. എല്ലാ ശുശ്രൂഷകരെയും നമുക്ക് സമർപ്പിക്കാം. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള ആചാര്യന്മാർ, ഇവിടെ വന്ന് ശുശ്രൂഷ നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ആചാര്യന്മാർ, അതുപോലെ ഇവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാ ശുശ്രൂഷകരെയും കുടുംബങ്ങളെയും താഴ്ത്തി വളരെ വിനയത്തോടെ സമർപ്പിക്കുകയാണ്. ദൈവമേ അവിടുന്ന് ഏറ്റെടുക്കണമേ. ദൈവരാജ്യത്തിൻ്റെ ഹല്ലേലൂയ ആ പണിപ്പുരയിലായിരിക്കുന്ന എല്ലാവരെയും അളവില്ലാതെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധനെ മാധ്യസ്ഥം വയ്ക്കണമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, തിരുവചനാഗ്നി എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അല്പസമയം നമുക്ക് ദൈവവചനവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചേർന്നിരിക്കാം. മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന വാക്യത്തെ ആസ്പദമാക്കി അല്പസമയം ദൈവവചനത്തിൽ ധ്യാനിപ്പാൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, വായിച്ച തിരുവചനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ ആത്മാവിൽ ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ, വചനം പഠിക്കുവാൻ, അനുസരിപ്പാൻ, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിലൂടെ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ വായിച്ച തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് വചനകർത്താവ് പറയുന്നത്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഇവിടെ കരുണയെക്കുറിച്ചാണ് യേശു തമ്പുരാൻ തൻ്റെ പ്രസംഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. കരുണയെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, എന്തിനായിട്ടാണ് നാം കരുണ പ്രാപിക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 16-ാം വാക്യം, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നാം ഓടിയതുകൊണ്ടോ നാം അധ്വാനിച്ചതുകൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ഒരുപക്ഷെ നമുക്ക് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകാം. കായികമായി, ലോകപരമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി, മാനസികമായി, ആത്മീയമായി പല സ്വാധീനങ്ങൾ നമുക്കുണ്ടെങ്കിലും പൗലോസ് ശ്ലീഹ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്: ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിലേ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാൻ, സാധിച്ചെടുക്കുവാൻ പറ്റത്തുള്ളൂ. അത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ അങ്ങനെ പറയുവാൻ കാരണം, അദ്ദേഹം ലോകപരമായി, ഒരു മനുഷ്യൻ ലോകപരമായി എന്തെല്ലാം നേടാമോ അതെല്ലാം, പ്രത്യേകിച്ച് റോമൻ പൗരത്വം, എബ്രാഹിം ജനിച്ച എബ്രായൻ, അങ്ങനെ പലവിധ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പൗലോസ്. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു തമ്പുരാൻ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ എടുത്തു മാറ്റി അവനെ ആത്മീയ ഒരു അന്തരീക്ഷത്തിലേക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാനായി വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പൗലോസിന് മനസ്സിലായി, ഈ ലോകത്തുള്ള ലോകശക്തി കൊണ്ടൊന്നും ഒരിക്കലും ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടത്തില്ല, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒന്നും നേടത്തില്ല, പിന്നെയോ ദൈവത്തിൻ്റെ കരുണയാലാണ് എന്ന് പൗലോസിന് മനസ്സിലായതുകൊണ്ട് താൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ 9-ന്റെ 14 പറയുന്നു: അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നതെന്ന്. വീണ്ടും കരുണയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്താണ് കരുണയെന്ന് നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് കരുണയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, സൗഖ്യം ദൈവത്തിൻ്റെ ദാനമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ദാനങ്ങളെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, അതായത് എന്നെ സ്നേഹിച്ചു, നാം ഓരോരുത്തരെയും സ്നേഹിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മെ മനസ്സിലാക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് രക്ഷ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ യഹോവയായ ദൈവം എനിക്കും നിങ്ങൾക്കും ദാനമായി നിത്യജീവൻ, അതായത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം
നാം പാപിയായിരുന്നിട്ട് കൂടി നമ്മുടെ പാപത്തെ മോചിച്ച് അവൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ദൈവത്തിൻ്റെ കരുണ എന്നിലും നിങ്ങളിലും അതേ പ്രാവർത്തികമാക്കുന്നതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയായിരിക്കുന്നെങ്കിൽ അടുത്തത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാമെന്നുള്ളതാണ്. ഒരു 3 വാക്യത്തിലൂടെയാണ് അത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നമുക്ക് ചേർന്ന് വായിക്കാം. മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 47-ാം വാക്യം കാണുമ്പോൾ, പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന എങ്ങനെയാണ്. അവിടെ ഒരു ജന്മനാ കുരുടനായ ബർത്തിമായി എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ ഇരുന്ന് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരും അതുവഴി കടന്നു വന്നപ്പോൾ അവൻ ഇങ്ങനെ പറയുകയാണ്, യേശുവേ ദാവീദിൻ്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അലമുറയിട്ട് കരയുകയാണ്. അവിടെ പലരും അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചിട്ടും അവൻ കരച്ചിൽ നിർത്തുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ബർത്തിമായി അവൻ്റെ മാതാപിതാക്കൾ അവന് ഒരു പേര് പോലും കൊടുത്തിരുന്നില്ല. യഥാർത്ഥത്തിൽ ബർത്തിമായി എന്ന വാക്കിൻ്റെ അർത്ഥം തീമായുടെ മകൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജന്മന കുടനായിരുന്നുകൊണ്ട് അവനിൽ വലിയ പ്രതീക്ഷയോ അവനിൽ വലിയ പ്രത്യാശയോ ഇല്ലായിരുന്നു കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാതാപിതാക്കൾ അവന് പേരിടാതിരുന്ന്. അതുകൊണ്ട് അവനെ ആ നാട്ടിലുള്ളവർ അത് ബർത്തിമായി എന്ന് വിളിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. തീമായുടെ മകൻ എന്നർത്ഥമുള്ള ബർത്തിമായി എന്ന് വിളിച്ചു. ഈ ബർത്തിമായി യേശു കർത്താവ് തൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ഇത് കാണുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ജന്മകുടനായ ബർത്തിമായി യേശുവേ എനിക്ക് കണ്ണിന് കാഴ്ച വേണമെന്നോ, എനിക്ക് സൗഖ്യം വേണമെന്നോ, എനിക്കൊരു ഭവനം വേണമെന്നോ, എനിക്കൊരു വാഹനം വേണമെന്നോ പറയാതെ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണ വേണമെന്ന് വളരെ വ്യക്തമായി അവൻ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ നിലവിളിച്ചത്, അല്ലെങ്കിൽ അപേക്ഷിച്ചത്. യെരമ്യാ പ്രവചനം 23-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായി യെരമ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ആ മുളയാണ് കർത്താവായ യേശു ക്രിസ്തു, വലിയ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിത്വം. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് അല്ല, ഈ ലോകത്തിന് തന്നെ രക്ഷയുണ്ടാകും, ഈ ലോകത്തിന് സമാധാനം ഉണ്ടാകും, ഈ ലോകത്തിന് നീതി ഉണ്ടാകും, ഈ ലോകത്തിന് സൗഖ്യമുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി യെരമ്യാ പ്രവാചകൻ തന്റെ മക്കളായ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയോ ഈ ബർത്തിമായി അത് മനസ്സിലാക്കിയിരുന്നു. നമുക്ക് മനസ്സിലാകുന്ന കാര്യത്തിലാണ് ഈ ബർത്തിമായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും മക്കൾ ദൈവം ദാനമായി നമുക്ക് മക്കളെ തന്നിട്ടുണ്ട്. എന്നാൽ ഇവരുടെ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രകാരം ഒരു മർമ്മം യേശു കർത്താവിനെ സ്വന്തമാക്കുകയാണ്. ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള കാര്യം നമുക്ക് പഠിപ്പിക്കുവാനോ മനസ്സിലാക്കി കൊടുക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ പകൽക്കാലം ഈ ശുശ്രൂഷയിലൂടെ നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇവിടെ ബർത്തിമായി നിലവിളിക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ബർത്തിമായുടെ നിലവിളി അതൊരു ആരാധനയായിരുന്നു. ആത്മാവിലും സത്യത്തിലും ഒരു ദൈവവിതൽ ഏത് ജയിലറയ്ക്കുള്ളിലിരുന്ന് ആരാധിച്ചാലും, ഏത് പെരുവഴിയിലിരുന്ന് ആരാധിച്ചാലും, ഏത് ചന്തയിലിരുന്ന് ആരാധിച്ചാലും, ഏത് സാഹചര്യത്തിലിരുന്ന് ആരാധിച്ചാലും ആ സാഹചര്യത്തിലേക്ക് ആ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുവാൻ യേശു കർത്താവ് മതിയായവനാണ്. ആരാധനയ്ക്ക് മുമ്പിൽ കർത്താവിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് യേശു കർത്താവ് അവൻ്റെ ആഗ്രഹത്തെ പ്രതി അവന് കരുണ കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ കുറിയിലായുസ്സെന്ന് അർത്ഥം വരുന്ന ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ കരുണ ചെയ്യണമേ എന്നാണ് ഈ ബർത്തിമായി പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ പലപ്പോഴും കുറിയിലായുസ്വൻ ചൊല്ലുന്നവരാണ്, കുറിയിലായുസ്വൻ പാടുന്നവരാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആഴമായൊരർത്ഥം അതിനുണ്ടോ എന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കുക. അതെ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, യേശുവേ ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ആ കുറിയിലായുസ്വൻ എന്ന് പറയുന്ന വാക്ക് എൻ്റെ നിങ്ങളുടെ അധരങ്ങളിലൂടെ ഇടതരമില്ലാതെ പുറത്തേക്ക് വരുവാൻ ഞാനും നിങ്ങളും അത് ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഒന്നാമത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ഒന്നാമത് നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ നാം അനുതാപത്തോടെ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, കുറിയിലായുസ്സോൻ ചൊല്ലുന്നവരായിരിക്കണം. 2, നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് വരാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം. അവിടെ ശലോമോൻ ഇപ്രകാരമാണ് പറയുന്നത്: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ജീവിതത്തിൽ ലംഘനം, തെറ്റ്, പീഴ, പാപം ഇത് മറച്ചു വെച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം കിട്ടുകയില്ല എന്നാണ് ശലോമോൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയായിരിക്കുന്നുവെങ്കിൽ നാം ഒന്ന് പാപിയാണ് നാം സമ്മതിക്കണം. 2,
നമ്മെ തന്നെ ശോധന ചെയ്ത് പാപത്തെ കണ്ടുപിടിക്കണം. 3, കണ്ടുപിടിച്ച പാപത്തെ നാം ഏറ്റുപറയാൻ തയ്യാറാകണം. 4, കണ്ടുപിടിച്ച പാപത്തെ ഉപേക്ഷിപ്പാൻ തയ്യാറാകണം. 5, അതേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനം പ്രാപിക്കുവാൻ നാം വിശ്വസിച്ച് അത് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. അപ്രകാരം ഒരു പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകുമെന്ന് അതേ സദൃശ്യവാക്യ കർത്താവായ ശലോമോൻ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്താമീങ്കാലോസ്. നമ്മൾ ഒരു വരസ് കുറിയലായുസ്വൻ ചെല്ലുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? സ്താമീങ്കാലോസ് കുറിയലായുസ്വൻ എന്നാണ്. എന്താണ്? കുറിയലായുസ്വന് മുമ്പ് നാം സ്താമീങ്കാലോസ് ചൊല്ലണം. സ്താമീങ്കാലോസ് ചൊല്ലുക എന്ന് വെച്ചാൽ വാക്കു പറയുക മാത്രമായിരിക്കരുത്, അത് പാലിക്കുന്നവരായിരിക്കണം. അതായത് മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്താമീങ്കാലോസ്. നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൺഡേ സ്കൂളിലൊക്കെ. അതിൻ്റെ അർത്ഥം നാം നല്ലവണ്ണം നിൽക്കണം എന്നുള്ളതാണ്, നാം നല്ലവണ്ണം ജീവിക്കണം എന്നുള്ളതാണ്, നാം നല്ലപോലെ അത് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കണം എന്നുള്ളതാണ് സ്താമീങ്കാലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അത് കുറച്ചുകൂടെ വിസ്തൃതമാക്കി പറഞ്ഞ മനസ്സാന്തരപ്പെട്ട മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന വ്യക്തിയിൽ നിറവേറപ്പെടുന്ന ഒരു വാക്യമാണ്, ഒരു വാക്കാണ് സ്താമീങ്കാലോസ്. അങ്ങനെയായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നാം രണ്ടാമത് പ്രാപിച്ചെടുക്കണമെങ്കിൽ സ്താമീങ്കാലോസിന് തുല്യമായ സാക്ഷ്യമുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് ചുരുക്കി പറഞ്ഞാൽ മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനായിട്ടിടയായിത്തീരണം. ഈ ഭാഗം ധ്യാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കുറവുകൾ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പാപങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്ത് കയറിയിട്ട് ഇപ്പോഴും അത് സ്ഥിരതാമസമാക്കിയിട്ട് നാം അനുദപിക്കാതെ, നാം അത് ഏറ്റുപറയാതെ, നാം അത് ഉപേക്ഷിക്കാതെ, നാം അതിൻ്റെ മേലെ പാപമോചനം പ്രാപിക്കാതെ, വിശുദ്ധ കുമ്പസാരം നടത്താതെ ജീവിതം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ഈ പകൽക്കാലം ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം മനസ്സാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ. ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കണമെങ്കിൽ എൻ്റെയും നിൻ്റെയും തലമുറയിൽ, എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം മനസ്സാന്തരപ്പെടാതെ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രകാരം, അല്ലല്ല മനസ്സാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന്. അങ്ങനെയായിരിക്കും നിങ്ങൾ നാം നശിച്ചു പോകാതിരിപ്പാൻ, ദൈവകരുണ പ്രാപിപ്പാൻ മനസ്സാന്തരപ്പെട്ട് മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി എന്തു ചെയ്യണം? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒരു സ്നേഹനിധിയായ ഒരു പിതാവിന് ദൈവം പ്രാർത്ഥിച്ച് ദാനമായി തന്ന തൻ്റെ മകനോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. വിശുദ്ധ വചനം നാം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ നമ്മളോട്, എന്നോട് എന്താണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്ന് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്രകാരം ഈ 103 സങ്കീർത്തനം 103 13 നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചെടുക്കണമെങ്കിൽ ഞാനും നിങ്ങളും യഹോവഭക്തനായി ജീവിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ യഹോവഭക്തനെക്കുറിച്ച് നാം മനസ്സിലാക്കാവുന്ന ഒരു സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഒരു കുടുംബത്തിലെ കുടുംബനാഥനും കുടുംബനാഥയും ദിവസവും ഒരു നേരമെങ്കിലും ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുന്നത് അവരുടെ കുടുംബങ്ങളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറുവാൻ ഇടയായിത്തീരും. 128 സങ്കീർത്തനം തുടങ്ങുന്നത് പ്രകാരമാണ്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെടുക എന്ന അർത്ഥം അവിടെ നാം മനസ്സിലാക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അല്പം കൂടി നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ, യേശു കർത്താവിനെ സ്നേഹിക്കുന്ന നിമിത്തം ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ഭയത്തെക്കുറിച്ചാണ് അവിടെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ഒരു ഭയം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. സങ്കീർത്തനം 4:4
ഇങ്ങനെയാണ് പറയുന്നത്, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ. എന്താണ് നടുങ്ങുവീൻ എന്ന് പറയുന്നത്? സാധാരണ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നമുക്ക് നടുക്കം തോന്നുന്നത് ഒരുപക്ഷെ വലിയ ഒരു മലയുടെ മുകളിൽ പോയി നിന്ന് അഗാധ ഗർത്തങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു നടുക്കവും ഭയവും നമ്മളിലുണ്ടാകും. ചിലപ്പോൾ ചില ആഴമേറിയ ചില കിണറിൻ്റെ മുകളിൽ നിന്ന് താഴേട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഭയമുണ്ടാകും, ഒരു നടുക്കമുണ്ടാകും. എന്ന് പറയുന്നത് പോലെ സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു 4:4 നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ. ആ പാപം ചെയ്യാനുള്ള ആ ത്വരയിൽ, ആ ഒരു വാഞ്ചയിൽ അശേഷം തുടച്ചു കളയുന്ന ഒരു ഭയം, ആ ഭയത്തെ കവർ ചെയ്യുന്ന ഒരു ദൈവസ്നേഹം, അതാണ് 128 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിലൂടെ ജീവിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് സദൃശ്യകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനമെന്ന് വെച്ചാൽ അറിവ്. ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അറിവ് എന്താണെന്ന് വെച്ചാൽ നാം പഠിച്ചതായ 103 സങ്കീർത്തനത്തിൻ്റെ 13 പറയുന്ന ആ കരുണ, ദൈവത്തിൻ്റെ കരുണ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 നാം കണ്ടത്. തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നിത്യരക്ഷ, നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ 128 സങ്കീർത്തനം ധ്യാനിച്ചു വരുമ്പോൾ അവിടെ യഹോഭക്തനാണ് യഹോവയുടെ വഴിയിലൂടെ ജീവിക്കുന്നത്. തൽഫലമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. യഹോഭക്തൻ്റെ ജീവിത പങ്കാളി ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. ഒരുപക്ഷെ ചില കുടുംബങ്ങളിലൊക്കെ കയറി ചെന്ന് അവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ നാം അവരോട് പറയുന്ന കാര്യങ്ങളാണ്: ഈ സങ്കീർത്തനം വായിക്കണം, ഈ സങ്കീർത്തനം നിങ്ങൾ പഠിക്കണം, ഈ സങ്കീർത്തനം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ഉരുവിടണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിള്ളലുകളെ കൂട്ടി യോജിപ്പിക്കുവാൻ ഈ സങ്കീർത്തനത്തിന്, ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ യഹോഭക്തൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയെ പോലെ ഇരിക്കുമെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ ചിരിക്കുന്നതും ഒരു ചമ്മിയ മുഖത്തോടെ അവർ മുഖം താഴ്ത്തുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ മുന്തിരിവള്ളിയുടെ അനുഭവത്തിലല്ല ജീവിക്കുന്നത്, മറിച്ച് അതിന് വിപരീതമായി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ചൊറിയണ്ണൻ, അതുപോലെ മറ്റലർജി വരുത്തുന്ന നായങ്കരണം, അതുപോലെ അങ്ങനെ പല വൃക്ഷങ്ങളൊക്കെയുണ്ട്, ജലാദികളൊക്കെ ഉണ്ട്. അപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളി വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ ഫലം തരണമെങ്കിൽ, ആ ജീവിത പങ്കാളിയിൽ നിന്ന് നമുക്ക് സന്തോഷകരമായ അനുഭവം ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഒരു യഹോഭക്തനായി ജീവിക്കണം, ദൈവത്തിൻ്റെ വചനം പഠിക്കണം, അതനുസരിക്കണം, അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. കർത്താവിൻ്റെ വചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതുകൊണ്ട് യോശുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യഹോഭക്തനായി യഹോവയെ സേവിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബം, ആ വ്യക്തിയുടെ തലമുറ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കും. അപ്രകാരം അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് 128 സങ്കീർത്തനത്തിൽ നമ്മെ മനസ്സിലാക്കിക്കുന്നത്.
അവൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. ഇന്ന് ഏത് ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് പഠിച്ചാലും അവരെ മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് പലപ്പോഴും മധുരിക്കുന്ന മുന്തിരിവള്ളിക്ക് പകരം ചില കയ്പിൻ്റെ അനുഭവങ്ങളാണ്. അതിൻ്റെ പിന്നിൽ ക്ഷമിക്കുവാൻ തയ്യാറല്ല, സഹിക്കുവാൻ തയ്യാറല്ല, സ്നേഹിപ്പാൻ തയ്യാറല്ല. വിട്ടുവീഴ്ചയ്ക്ക് ഞാനും നിങ്ങൾ പലപ്പോഴും തയ്യാറാകാത്തതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം താറുമാറായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നാം നമ്മോട് ചോദിക്കുക, എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ 100% അതിന് മറുപടി നമുക്ക് ഞാൻ സംതൃപ്തനാണ്, ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണെന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയാത്തതിന് പിന്നിലുള്ള രഹസ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയില്ല. ദൈവത്തിൻ്റെ കരുണയില്ലാത്തതിന് കാരണം ഞാനും നിങ്ങളും യഹോഭക്തയായി ജീവിക്കാത്തതുകൊണ്ടാണ്. ഭക്തനും ഭക്തയുമായി ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിൻ്റെ വചനം പഠിച്ചിരിക്കും. ആ വചനം പഠിച്ചിരിക്കുന്ന വചനം അനുസരിച്ചിരിക്കുന്ന വചനം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സ്വാർത്ഥത കൂടാതെ നാം അതിന് തയ്യാറാകും. അവിടെ മഴയോ, അവിടെ കാലാവസ്ഥയോ, അവിടെ വാഹനമോ ദൂരമോ ഒന്നും ഒരു പരിഗണനയിൽ ഒരു പ്രശ്നമേ അല്ല. വീണ്ടും യഹോഭക്തൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. ഒലിവ് തൈയുടെ പ്രത്യേകത എന്താണ്? ഒലിവിൻ്റെ പ്രത്യേകത എന്താണ്? ഒലിവിൻ്റെ കൊമ്പ്, ഒലിവിൻ്റെ ഫലം, ഒലിവിൻ്റെ ഇല, ഒലിവിൻ്റെ തൊലി, ഒലിവിൻ്റെ വേര്, ഇതെല്ലാം ഒരു ഔഷധമാണ്. ആദ്യകാലങ്ങളിൽ ഒളിമ്പിക്സിന് സമ്മാനം കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ ഒലിവില കൊണ്ട് കിരീടമുണ്ടാക്കി കൊടുത്താണ് വിജയികൾക്ക്. ഇന്നാണ് അത് ഗോൾഡും അത് വെള്ളിയും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ഒന്ന് ശോധന ചെയ്യുന്നുള്ളതാണ്. മക്കളുടെ വിദ്യാഭ്യാസ ജീവിതം, മക്കളുടെ ആത്മീയ ജീവിതം, മക്കളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കൾ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ വരാത്തതിന് കാരണം തെറ്റുകാർ മക്കളല്ല എന്ന് വചനം പറയുന്നു. വചനം പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ് തെറ്റുകാർ. 128:1 മാതാപിതാക്കൾ യഹോവയെ ഭയപ്പെടാതെ അവൻ്റെ വഴിയിലൂടെ ജീവിക്കാത്തത് കൊണ്ടാണ് ഇന്ന് മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ആയിത്തീരാത്തത്. ഇന്ന് ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബത്തിൽ തിരികെ വരാതെ വഴക്കും ലഹളയുമായി മുമ്പോട്ട് പോകാൻ കാരണം അതിന് ജന്മം കൊടുത്ത മാതാപിതാക്കളായ ഞാൻ എന്തെങ്കിലും ദൈവവചനമനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടും ഈ കർത്താവിൻ്റെ വേല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നാം കൃത്യനിഷ്ഠതയോടുകൂടി ജീവിക്കാത്തത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നത്. മറന്നു പോകരുത്. അങ്ങനെ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ വഴിയിലൂടെ ജീവിക്കുകയും അവൻ്റെ വചനം പഠിക്കുകയും അതനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യഹോഭക്തൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും. അവൻ്റെ ഭാര്യ അവൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. അവൻ്റെ മക്കൾ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. ഇങ്ങനെ യഹോഭക്തനായ ഒരു പുരുഷൻ വേർതിരിക്കപ്പെട്ടവനായിരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ അപ്രകാരം ഒരവസ്ഥയിലേക്ക് എൻ്റെയും നിങ്ങളുടെ കുടുംബം എത്തിച്ചേരുവാൻ ഉള്ളത്തിലൊരു കൊതി ഉണ്ടാകട്ടെ, ഉള്ളത്തിലൊരു ആഗ്രഹമുണ്ടാകട്ടെ. അങ്ങനെയായിരിക്കുന്നുവെങ്കിൽ നമ്മളിന്ന് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. എന്താണ് കരുണയെന്ന് നാം പഠിച്ചു. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, അതായത് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. എന്തിനാണ് കരുണ പ്രാപിക്കുന്നതെന്ന് റോമർ 9:16 അപ്പോസ്തലൻ അപ്പോലോസ് ശ്ലീഹയിലൂടെ നാം മനസ്സിലാക്കി. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കരുണ വേണോ? നാം അതിനായിട്ട് ചില സ്റ്റെപ്പിലൂടെ, ചില കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകണം. എങ്ങനെ നമുക്ക് കരുണ പ്രാപിക്കാം? ഒന്ന്, മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 10:37 പ്രകാരം പറയുന്നു. അവിടെ ബർത്തിമായി എന്ന കഥാപാത്രത്തെ യെരിഹോവിൻ്റെ പാതയോരത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന, കുറേലായിസോൻ ചൊല്ലുന്ന ഒരു ബർത്തിമായി നമുക്കവിടെ കാണാം. അപ്രകാരം ഒരു ബർത്തിമായുടെ അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം.
2 സദൃശവാക്യങ്ങളുടെ പുസ്തകം 22:13 ശലോമോൻ രാജാവിലൂടെ അവിടെ ഇപ്രകാരം പറയുകയാണ്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശോഭ വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുവാൻ, ഞാൻ ചെയ്ത തെറ്റിനെ കണ്ടുപിടിക്കുവാൻ, ശോധന ചെയ്യുവാൻ, ഏറ്റുപറയാൻ, ഉപേക്ഷിപ്പാൻ, കർത്താവിൻ്റെ രക്തത്തിൽ വിശുദ്ധീകരണത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തയ്യാറാകുവാൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ, ഒരു സ്താമിങ്കാലോസ് ചൊല്ലുവാൻ, സ്താമിങ്കാലോസിന് തുല്യമായ ജീവിതം നയിപ്പാൻ, നല്ലവണ്ണം ജീവിച്ച് കാണിക്കുവാൻ, നല്ല സാക്ഷിത്വമുള്ളവരായി നല്ല സാക്ഷിയോടെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. 3-ാമതായി യഹോവ ഭക്തിയോടെ ജീവിക്കണം. യഹോവ ഭക്തിയോടെ ജീവിക്കുക എന്ന് വെച്ചാൽ യഹോവയെ ഭയപ്പെടുകയും യഹോവയെ അനുസരിക്കുകയും യഹോവയുടെ വചനം പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ ഞാനും നിങ്ങളും ഒരു യഹോവ ഭക്തനായിത്തീരും, യഹോവ ഭക്തിയായിത്തീരും. അപ്രകാരം ഞാനും നിങ്ങളും യഹോവ ഭക്തിയിലൂടെ, യഹോവ ഭക്തനെന്ന ജീവിത അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ കരുണ പ്രാപിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, കുരിയലായിസോൻ ചെല്ലുന്നവരായിരിക്കണം. 2 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിരിക്കണം, സ്താമിങ്കാലോസ് ചൊല്ലുന്നവരായിരിക്കണം. ചൊല്ലുക മാത്രമല്ല അതനുസരിക്കുന്നവരായിരിക്കും, ജീവിതത്തിൽ അത് അനുഭവമുള്ളവരായിരിക്കണം. 3 യഹോവ ഭക്തനായി യഹോവ ഭക്തിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ഈ വചനം പഠിച്ച വചനം അനുസരിക്കുവാൻ, ഈ അനുസരിച്ച വചനം മറ്റുള്ളവരോട് പ്രസംഗിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അപ്രകാരം 1 പ്രാർത്ഥിക്കുവാൻ, 2 മാനസാന്തരപ്പെടുവാൻ, 3 മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നുവെങ്കിൽ യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ച് ഞാനും നിങ്ങളും ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ട് എൻ്റെ നിങ്ങളുടെ തലമുറ നിത്യജീവൻ ആകാശമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കാം. ഒരു വാക്കോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ ഒരു സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, അടിയങ്ങൾ അവിടുത്തെ കരുണയെക്കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. എന്താണ് കരുണയെന്ന്, എന്തിനാണ് കരുണ പ്രാപിക്കുന്നതെന്ന്, എങ്ങനെയെല്ലാം കരുണ പ്രാപിക്കണമെന്ന് ഞങ്ങൾ പഠിച്ചു. കർത്താവേ, ഈ പഠിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമായി മാറുവാൻ, അതനുസരിക്കുവാൻ, കർത്താവെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ, കർത്താവ് യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും കർത്താവിനെ സേവിച്ച് കർത്താവിനെ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഭവനങ്ങളായി തലമുറകളായി മാറുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.